ഷിരൂരിൽ രക്ഷാദൌത്യം നിർണായക ഘട്ടത്തിലാണ്. തിരച്ചിലിനായി രണ്ടാമത്തെ ബൂം എക്സ്കവേറ്റർ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. ട്രക്കിൽ ഇരുമ്പ് വടം ബന്ധിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. NDRF സംഘവും നാവികസേനയും നദിയിൽ പരിശോധന നടത്തുന്നു. 3 ബോട്ടുകളിലാണ് 15 പേരടങ്ങുന്ന സംഘം പരിശോധന നടത്തുന്നത്. ഐബോ ഡ്രോണിന്റെ ബാറ്ററികളും ദൌത്യമേഖലയിൽ എത്തിച്ചിട്ടുണ്ട്. പരിശോധനയ്ക്കുള്ള ക്രമീകരണങ്ങളും അതിവേഗം പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ നൽകാൻ അവിടെ നിന്ന് ശ്രീജിത്ത് ചേരുന്നുണ്ട്. അരുണുണ്ട്, ആനന്ദുണ്ട്. അത് ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്ത്, എന്തായാലും ഐബോട്ട് ബാറ്ററികൾ എത്തിച്ചിട്ടുണ്ട്. പറഞ്ഞ സമയത്ത് തന്നെ അത് ഈ തിരച്ചിൽ നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല ബൂം എക്സ്കവേറ്റർ ഒന്നുകൂടി എത്തിച്ചിട്ടുണ്ട്. അത്തരത്തിൽ യന്ത്രസഹായങ്ങളെല്ലാം തന്നെ. മാത്രമല്ല ഈ ഒരു നദിയിലേക്ക് നേവിയുടെ ഉദ്യോഗസ്ഥർ ഇറങ്ങിയിട്ടുണ്ട്. ബോട്ടുകളിലായിട്ട് NDRF സംഘവും പരിശോധന നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കറിയാം ട്രക്ക് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അർജുൻ അതിനുള്ളിലുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്നുള്ളത്. അതിനെല്ലാം ഈ നദിക്കടിയിലേക്ക് നദിയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങണം. അതിനുള്ള സാഹചര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നിലവിലെ ചോദ്യം. ലക്ഷ്മി, അത്തരമൊരു സംശയം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഈ കർണാടക പോലീസുമായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്നത് ഈ ചായക്കടയ്ക്ക് സമീപം അർജുന്റെ വാഹനം കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. ലോറി കിടക്കുന്നത് കണ്ടപ്പോൾ മറ്റൊരു മലയാളി ആ വഴിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ലോറി നിർത്തി ഇത്തരത്തിൽ അർജുനെ വിളിച്ചിരുന്നു ഒരുമിച്ച് പോകാമെന്ന്. പക്ഷേ അർജുൻ ആ സമയം പറഞ്ഞു, ഞാൻ അല്പസമയം കൂടി ഉറങ്ങിയിട്ട് വരാമെന്ന രീതിയിൽ പറഞ്ഞിരുന്നു. അതിനുശേഷം ആ മുന്നിലേക്ക് പോയ വാഹനം മുൻപോട്ട് പോവുകയും അർജുൻ ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നതായാണ് നിലവിൽ കർണാടക പോലീസിന് ലഭിക്കുന്ന വിവരം. കാരണം പല ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങൾ അത്തരത്തിൽ ലഭിച്ചിട്ടുണ്ട്. കാരണം ഈ അപകടത്തിന് മുമ്പുള്ള സ്ഥലങ്ങളിൽ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു. അതിൽ കൃത്യമായി തന്നെ അർജുന്റെ വാഹനം കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഈ അപകട സ്ഥലത്തിന് ശേഷമുള്ള സ്ഥലത്ത് നിന്നും CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല. അതും വളരെ വ്യക്തതയാണ് ആ സ്ഥലത്തുള്ളതായും. മറിച്ച് ഈ ദൃക്സാക്ഷിയുടെ ഒരു മലയാളിയുടെ മൊഴിയുണ്ട്. കാരണം ഈ കേബിനുള്ളിൽ ഉറങ്ങുകയായിരുന്നു, ലോറിയുടെ കേബിനുള്ളിൽ അർജുൻ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ഈ മലയാളി വിളിക്കുകയാണ്, ഒരുമിച്ച് പോകാമെന്ന് കരുതി വിളിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ആ സമയത്ത് കുറച്ചുകൂടി ഉറങ്ങിയിട്ട് വരാമെന്ന് പറയുന്നു. കാരണം സ്വാഭാവികമായി ആ സമയത്താണ് ഈ 3 മണിയോട് അടുപ്പിച്ചാണ് അർജുൻ ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. പിന്നീട് ഉറങ്ങുന്ന സാഹചര്യം ഉണ്ടായ പിന്നീടാണ് 8 മണിയോടെ ഈ സംഭവം നടക്കുന്നത്. എന്തായാലും അത്തരത്തിലൊരു സ്ഥിരീകരണം നിലവിൽ കർണാടക പോലീസ് നൽകുന്നുണ്ട്. അതിൽ വ്യക്തത എന്തായാലും വരേണ്ടതുണ്ട്. പക്ഷേ കർണാടക പോലീസ് പറയുന്നത് ഇതാണ്. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ സൈനികർ എത്തിയതിനു ശേഷം അവർ കൃത്യനിഷ്ഠതയോടെയാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അത് ഇപ്പോൾ ഐബോൾ ഈ ഡ്രോൺ പറത്തുന്നതിന് ആവശ്യമായ ബാറ്ററി എത്തിച്ചതിലും ഈ കൃത്യനിഷ്ഠതയുണ്ട്. കാരണം ഇവർ 12 മണിയോടെ ഈ പ്രദേശത്ത് ഈ ബാറ്ററി എത്തിക്കുമെന്ന് പറയുമ്പോൾ 11:45 തന്നെ ഈ പ്രദേശത്ത് ആ ബാറ്ററി എത്തിച്ചിട്ട് അതിവേഗമാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത്, ഇതിന്റെ വിദഗ്ധൻ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ആ പ്രദേശത്ത് നേരിട്ടിറങ്ങി, പുഴയിൽ നേരിട്ട് അദ്ദേഹം ഇറങ്ങി തന്നെയാണ് ആ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. നിലവിൽ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ ആ പ്രദേശത്ത് പരിശോധന നടത്തുകയാണ്. കാരണം ഇന്നലെയിലെ ആ പ്രദേശങ്ങളിൽ മുങ്ങൽ വിദഗ്ധർക്ക് പലതവണ പരിശോധന നടത്താൻ കഴിഞ്ഞെങ്കിലും 3 മണിയോടെയാണ് സാധിക്കാതിരിക്കുന്നത്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ആ വെള്ളം കലങ്ങിയ രീതിയിലാണ് ആ പ്രദേശത്ത്. കാരണം മുൻപോട്ട് പോകുമ്പോൾ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന നദിയിൽ പലയിടങ്ങളിലും ഈ കാടിന് സമീപമെല്ലാം വരും. അത്തരത്തിൽ ഏതെങ്കിലും വനത്തിൽ കാടുകളിൽ മഴ പെയ്യുകയാണെങ്കിൽ ഈ പ്രദേശത്ത് വെള്ളം കലങ്ങാനുള്ള, ചുവപ്പ് നിറമാകാനുള്ള സാധ്യതയുണ്ടെന്ന് പ്രദേശവാസികളും പറയുന്നു. അതിനാൽ തന്നെയാണ് ഈ പ്രദേശത്ത് അടിക്കാഴ്ചകൾ വ്യക്തമല്ല. ഈ നദിയുടെ താഴത്തെ ഭാഗത്തെ കാഴ്ചകൾ നിലവിൽ വ്യക്തമല്ലെന്ന് മുങ്ങൽ വിദഗ്ധരും പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തായാലും ഈ സൈനികരുമായി പരിമിതി, മനുഷ്യർക്കുള്ള പരിമിതി, അത് തീർച്ചയായിട്ടും എത്രയും ട്രെയിനിങ് കിട്ടിയവരാണ് നമ്മുടെ വിദഗ്ധ സംഘമാണ് നേവിയുടേത്, നമ്മുടെ ഫോഴ്സിൻ്റേത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടിയും ഈ നദിയിലെ അടിയൊഴുക്ക് വലിയ വെല്ലുവിളിയായ സാഹചര്യത്തിൽ ഇനി കൂടുതൽ ജീവനുകൾ സാഹസികമായി അല്ലെങ്കിൽ അങ്ങനെ പണയം വെച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതാണ്. അവിടെയാണ് ഐബോ ഡ്രോണിന്റെ പ്രസക്തി എന്ന് മനസ്സിലാകുന്നു ശ്രീജിത്ത്. ആ ഒരു പരിശോധന ഉടൻ തുടങ്ങുമായിരിക്കുമല്ലോ. തീർച്ചയായും അതാണ് സൂചിപ്പിച്ച. അതിന്റെ ബാറ്ററി 12 മണിക്ക് എത്തുമെന്ന് പറഞ്ഞെങ്കിൽ 11:45 തന്നെ ആ പ്രദേശത്തെത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ പരിശോധന ഉടൻ തന്നെ ആരംഭിക്കും. പക്ഷേ മറ്റൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ ദൗത്യ സംഘം മുങ്ങൽ വിദഗ്ധർ ഇത്തരത്തിൽ ഈ വെള്ളത്തെ വെല്ലുവിളിച്ച്, ആ ഒഴുക്കിനെ വെല്ലുവിളിച്ച് ആ പ്രദേശത്തെ ഇറങ്ങിയാലും പക്ഷേ ഈ കാഴ്ച വ്യക്തമല്ല. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ വെള്ളം ചുവപ്പ് നിറത്തിൽ കലങ്ങി ഒഴുകുകയാണ്. കാരണം അത്രത്തോളം 20 അടിയിലധികം ആഴമുള്ള ഒരു
പ്രദേശത്തേക്ക് എങ്ങനെ ഇത്തരത്തിൽ കാഴ്ച വ്യക്തമാക്കാത്ത പ്രദേശത്തേക്ക് മുങ്ങൽ വിദഗ്ധർക്ക് എത്താനും വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയാണ് നിലവിലുള്ളത്. പക്ഷേ അതിൽ നിന്നും പിന്മാറാൻ സൈനികർ തയ്യാറല്ല. അതിനാൽ തന്നെയാണ് ആ പ്രദേശത്ത് കൂടുതൽ ഉദ്യോഗസ്ഥരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ കുറച്ചു നേരത്തെ അവിടെ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഇതിൽ കൂടുതൽ അനുഭവ പരിചയമുള്ള ഇന്ദ്രബാലനും അവിടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ ഇനിയും മറ്റൊരു ഉപകരണം കൂടെ എത്തിക്കുന്നതിനെ കുറിച്ച് നിലവിൽ ചിന്തിക്കുകയാണ്. അത് കാരണം ഈ മനുഷ്യ ശരീരം ഉണ്ടോ എന്ന് അറിയുന്നതിനെ കുറിച്ചുള്ള ഒരു ഉപകരണം അവിടെ എത്തിക്കേണ്ട സാഹചര്യമുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യം വലിയ പ്രതിസന്ധിയാണ്. ഈ ഒഴുക്കാണ് വലിയ പ്രതിസന്ധിയിലേക്ക് മാറിയിരിക്കുന്നത്. ആനന്ദ്, അവിടെ ഇപ്പോഴും ഒഴുക്കാണ്. ഈ മുങ്ങൽ വിദഗ്ധർക്ക് ഉൾപ്പെടെ കാഴ്ച മങ്ങുന്ന സാഹചര്യമുണ്ട്. അവർക്ക് അവിടത്തേക്ക് എത്താൻ കഴിയുന്നില്ല. അതായത് അല്പസമയം മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന സൂചന എന്ന് പറയുന്നത് ഈ 15 സംഘങ്ങൾ, അതായത് 3 ബോട്ടുകളിലായി 5 ആൾ വീതം 15 അംഗ സംഘമാണ് ഇപ്പോൾ ആ പ്രദേശത്തേക്ക്, അവിടെ ഈ ഒഴുക്കിനെ അതിജീവിച്ചുകൊണ്ട് ആ പ്രദേശത്തേക്ക് എത്താൻ സാധിക്കുമോ എന്നുള്ള ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അതിലൊരു തീരുമാനമാകും. കാരണം അവർക്ക് കൃത്യമായിട്ടുള്ള ആ സ്ഥലം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം സാധ്യമാണ്, മനുഷ്യസാധ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് തന്നെയാണ് നേരത്തെ സൈന്യമടക്കം പ്രതികരിച്ചിരുന്നത്. അതുതന്നെയാണ് ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കനത്ത കുത്തൊഴുക്കിനെ തടഞ്ഞുകൊണ്ട് എത്രത്തോളം വേഗത്തിൽ ഈ ഒരു തിരച്ചിൽ, അതായത് ഈ മുങ്ങിക്കൊണ്ടുള്ള ഒരു തിരച്ചിൽ ആരംഭിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കാര്യം അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ സേനയ്ക്ക് അവിടേക്ക് എത്താൻ പറ്റുന്നില്ല. കാരണം കനത്ത കുത്തൊഴുക്ക് തുടർന്ന് തന്നെ അതൊരു ബുദ്ധിമുട്ടായി, ഒരു പ്രതികൂലമായി നിൽക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ബാറ്ററി അവിടെ എത്തിയിരുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്റലിജന്റ് ബറീഡ് ഒബ്ജക്റ്റീവ് സിസ്റ്റം എന്നാണ് അതിന്റെ പേര്, ഐബോർഡ് എന്ന് പറയുന്ന ഇന്റലിജന്റ് ബറീഡ് ഒബ്ജക്റ്റീവ് സിസ്റ്റം. ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഈ സൈന്യത്തിന്റെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഒരു ഉപകരണമാണിത്. അതായത് 2024 മെയ് മാസത്തിലാണ് സൈന്യം ആദ്യമായി ഇതിനൊരു ട്രയൽ റൺ നടത്തുന്നത്. ഡൽഹിയിലാണ് ഇതിന്റെ ഒരു ട്രയൽ റൺ നടന്നിട്ടുള്ളത്. മാത്രമല്ല ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മണ്ണിനടിയിൽ ഇത്തരത്തിൽ ദുരന്ത മുഖങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഒരു ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള വിവരശേഖരണം നടത്തുന്നത്. പ്രത്യേകിച്ച് ഈ മണ്ണിനടിയിൽ 20 മീറ്റർ വരെ ആഴത്തിൽ ചെന്നുകൊണ്ട് പരിശോധിക്കാൻ, ഈ മണ്ണിനടിയിൽ എന്ന് പറയുമ്പോൾ പ്രേക്ഷക സഭയിൽ മനസ്സിലാവും, പ്രത്യേകിച്ച് ഈ ഗനികളാവട്ടെ അത്തരത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് 20 മീറ്റർ വരെ താഴെ നിന്നുകൊണ്ട് ഈ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ ഈ ഡ്രോൺ സാധിക്കും. മാത്രമല്ല ഇനി വെള്ളത്തിലാവട്ടെ ഏകദേശം 70 മീറ്റർ വരെ താഴത്തിലിറങ്ങിക്കൊണ്ട് മനുഷ്യ സാന്നിധ്യം അടക്കം, അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അതായത് വെള്ളത്തിനടിയിലാവട്ടെ മണ്ണിനടിയിലാവട്ടെ ഈ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ വേണ്ടി ഈ ഡ്രോണിന് സാധിക്കുമെന്നുള്ള കാര്യത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ഉയർന്ന മറ്റൊരു ചോദ്യം, ഈ കാലാവസ്ഥയിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. അതായത് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കാലാവസ്ഥ ഒരു പ്രശ്നമല്ല എന്ന് തന്നെയാണ്. അതായത് ഏകദേശം 40 കിലോമീറ്ററോളം വീശിയടിക്കുന്ന കാറ്റിൽ പോലും ഇതിന് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ സൈനിക വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2.5 കിലോമീറ്റർ ഉയരത്തിൽ വരെ പ്രവർത്തിക്കാൻ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യജീവൻ അതിനടിയിലുണ്ടോ എന്നുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ കൃത്യമായി തന്നെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്, ട്രക്കിന്റെ ലൊക്കേഷൻ. ഇനി കൂടുതൽ വിവരങ്ങൾ, അതായത് അതിന്റെ ഒരു ഘടന, ഇപ്പോൾ ആ ട്രക്ക് കിടക്കുന്ന ഒരു ഘടന എങ്ങനെയാണ് അതിലേക്ക് നേവിയുടെ ഡൈവർമാർക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നത്, അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എന്തായാലും 2 മണിക്കൂറിനകം തന്നെ നമുക്ക് വ്യക്തമാകുമെന്നാണ് നേരത്തെ മേജർ ഇന്ദ്രപാൽ സാർ അടക്കം പറഞ്ഞത്. അത് തന്നെയാണ് ഈ ഒരു ഉപകരണം ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന് മാത്രമല്ല സൈന്യത്തിന്റെ ഒരു തീരുമാനം എന്തായാലും അത് വിജയിച്ചിരിക്കുന്നു, ഫലപ്രാപ്തിയിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളിൽ കൂടുതൽ പുരോഗതി കൈവരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിലടക്കം നമുക്കറിയാം നേരത്തെ ഉണ്ടായ പ്രളയത്തിലും മറ്റും ഉപയോഗിച്ചിരുന്ന ഒരു സംവിധാനമാണിത്. അത്തരത്തിലുള്ള മണ്ണിടിച്ചിലുകളെല്ലാം ഉപയോഗിക്കാൻ സാധ്യമാവുന്ന ഒരു സംവിധാനമാണിത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെയാണ് ശരിക്ക്. മാത്രമല്ല ഏകദേശം 3 കോടിയിലധികം രൂപയാണ് ഇതിന്റെ ചെലവെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്കുള്ള ഉപകരണങ്ങളുമായി തന്നെയാണ് ഇപ്പോൾ സേന അവിടേക്ക് എത്തിയിരിക്കുന്നത്. ഏറ്റവും ആധുനികമായിട്ടുള്ള ഉപകരണം, രാജ്യത്ത് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ആധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ, ഏറ്റവും മിടുക്കരായ സേനാംഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ, ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, NDRF സംഘം, SDRF സംഘം, ഈ ജില്ലയുമായി ബന്ധപ്പെട്ട പോലീസുകാർ, അങ്ങനെ അടങ്ങുന്ന ഒരു കൂട്ടം മനുഷ്യസേനകളുടെ അപ്പുറത്തേക്ക് പ്രൊഫഷണലുകളുടെ അടക്കം ഒരു കൂട്ടായ്മ ഇപ്പൊ അവിടെ ഉണ്ടായിരിക്കുന്നു. അതിന്റെ ബലം തീർച്ചയായും 10ാം നാളായി ഇന്ന് തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.